ശരി, ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ആൻഡ് വാട്ട് ഐ എം അബൌട്ട് ടു ടെൽ യു ഈസ് നത്തിങ് ബട്ട് ദ ഹോൾ ട്രൂത്ത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന്. യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കില്ല. ബട്ട് ട്രൂത്ത് ഇസ് ഓൾവേസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരു കള്ളനെന്ന് വിളിച്ചാൽ പോലും എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ there is only one version to my story, and that's the truth. So are you ready? എഴുതുന്ന ശീലം പണ്ട് തൊട്ട് ഉണ്ടായിരുന്നത്, പക്ഷേ 11th വരെ ഒന്നും ക്ലിക്കായില്ല. 11th അവരോ? അത് ഞാൻ എഴുതിയൊരു ഡിറ്റക്റ്റീവ് നോവലാണ്. അത്യാവശ്യം കോപ്പികളൊക്കെ വിറ്റുപോയി. അതുകൊണ്ട് ഒരു വർഷത്തെ ചിലവൊക്കെ നടന്നുപോയി. അതിൻ്റെ ആയുസ് തീർന്നപ്പോഴാണ് ഒരു കൈയും കൂടെ ശ്രമിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഏതൊരു എഴുത്തുകാരനും നേരിടുന്ന ക്രൈസിസാണ് രണ്ടാമത്തെ പുസ്തകം എന്ന കടമ്പ. എന്താ തനിക്കല്ലേ 3 മണിക്ക് എന്താ പ്രസ് കോൺഫറൻസ് മണി 4. ഇപ്പോഴാണോ വിളിച്ചു നിർത്തുന്നത്? എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു. നിനക്കോ പണിയോ? I was writing. ആ ഇത് കുറേ ഉണ്ടല്ലോ. അതെ, നമ്മൾ ഈ റൂം ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് മാസം 3. നീ വന്ന് കയറിയപ്പോൾ മുതൽ പറയുക നീ എഴുത്തുകാരനാ നോവലിസ്റ്റാന്നൊക്കെ. ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും നീ എഴുതി എന്തെങ്കിലും എനിക്കൊന്ന് വായിക്കാൻ പറ്റുമോ? I came to the city looking for a story. Unfortunately, എനിക്കിതൊരൊന്നും കിട്ടിയില്ല. ഇതിനകത്തിരുന്നൊന്നും കിട്ടത്തില്ല. പുറത്തേക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ബുക്സൊക്കെ അല്ലേ, എടുത്ത് വായിക്കി. നോ താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ എല്ലാവരും വായിച്ച് പഴകിയതാണ്. ആൻഡ് എവറി പീസ് ഓഫ് ക്രൈം ഫിക്ഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. All the good ideas are already taken, man. Especially in crime fiction. Hired killers, serial killers, psychopathic killers, twin killers, and even time traveling killers. എല്ലാം ആദ്യം വന്നവർ കൊണ്ടുപോയി. Good literature is a race. ലോകത്തിനെ വായിച്ചു തീർക്കാൻ ക്രൈം നോവൽസ് ഒന്നും ബാക്കിയില്ല, ഇൻക്ലൂഡിങ് ഈവൻ ദ ചീപ്പസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് പൾപ്പ് ഫിക്ഷൻ. പക്ഷേ എത്ര വായിച്ചാലും മതിവരത്തൊരു മാജിക് ഉണ്ട് ഈ ജോണറിന്. അതെന്താണെന്ന് അറിയാമോ? എന്താ? യു സി, മോസ്റ്റ് റൈറ്റേഴ്സ് ഫൈൻഡ് ഇൻസ്പിറേഷൻ ഫ്രം ഓൾമോസ്റ്റ് എവറിത്തിങ്. ബുക്സ്, മൂവീസ്, ആർക്കിടെക്ചർ. പക്ഷേ ഞങ്ങൾ ക്രൈം റൈറ്റേഴ്സ്, വി ആർ സാഡിസ്റ്റ്. മനുഷ്യരുടെ ക്രൂരതകളിൽ നിന്നാണ് ഞങ്ങളുടെ കഥകൾ ഉണ്ടാകുന്നത്. ക്രൈം ഫിക്ഷനിലൊക്കെ ഒരു ഫോർമുലയുണ്ട്. കഥയിലെ ഏറ്റവും പാവം തോന്നുന്ന ആളായിരിക്കാൻ അതിൽ ഏറ്റവും വലിയ വില്ലൻ. ഹി മൈറ്റ് ബി കേപ്പബിൾ ഓഫ് അൺടോൾഡ് ഈവിൾ. ആൾക്കാർക്ക് അങ്ങനെയുള്ള കഥകൾ വായിക്കാൻ ഭയങ്കര താല്പര്യമാണ്. എല്ലാവർക്കും പറയാൻ ഓരോ കഥകളുണ്ടെന്നാണല്ലോ, പക്ഷേ ഇത്തരം കഥകൾ മാത്രം ആരും തുറന്നു പറയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ നമ്മൾ എങ്ങനെ അറിയും? ദാറ്റ് ഈസ് എ ഗെയിം ഐ ലൈക്ക് ടു പ്ലേ, ദ ഗെയിം ഓഫ് ഫേസസ്. The game of what? ഫേസസ്. ആയിരിക്കുന്ന കപ്പിളിനെ കണ്ടോ?
ക്യൂട്ടല്ലേ? സാധാരണ എല്ലാവരും അങ്ങനെ വിചാരിക്കും. ബട്ട് ഐ ലൈക്ക് ടു ഇമാജിൻ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അവന് വേറൊരു റിലേഷൻ ഉണ്ടെങ്കിലോ, അവൻ അവളെ ചതിക്കുകയാണെങ്കിലോ, തിരിച്ചു ആവാലോ അവളുടെ മൊത്തമുള്ളൊരു കളക്ഷൻ. ഇച്ചിരി ബോറായി പോയല്ലേ? അടുത്ത എക്സാമ്പിൾ എടുക്കാം. നല്ല പൊക്കം, നല്ല ശരീരം, വെൽ ഡ്രസ്ഡ്, മഫ്റ്റി പോലീസ് ഓഫീസർ. ഓർ നോട്ട്? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എപ്പോഴും സാധാരണക്കാരും അവർക്ക് പറയാനുള്ള കഥകൾ വളരെ ബോറാണ്. ഞാൻ അവരെ പറ്റിയൊക്കെ ഓരോ നല്ല ചൂട്ടും, പക്ഷെ അടുത്തറിയുമ്പോൾ ആ ശ്യാം, നീ എന്താ ഇവിടെ? ബീച്ചല്ലേ, എനിക്കെന്താ ഇവിടെ വന്നൂടെ? നീ ഇപ്പോൾ എവിടെയാണോ? ആ, ഒരു പുതിയ കഥയ്ക്കുള്ള തിരിച്ചിൽ ഇവിടെ എത്തി. ഇപ്പം 3 മാസമായി. നീ ആകെ കത്ത് നിൽക്കുകയാണല്ലോ. നിൻ്റെ പുതിയ നോവൽ നല്ല റീച്ച് ഉണ്ടോ ഞാൻ കേട്ടു. എന്ത് പറയാനാ കിരണേ, സമയം നല്ലത്. പിന്നെ ഈ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇപ്രാവശ്യം പണിയൊന്നുമില്ല. അതുകൊണ്ടെല്ലാം സ്മൂത്തായിട്ടങ്ങ് പോകുന്നു. സന്തോഷം. അതിലൊരു സന്തോഷക്കുറവുണ്ടല്ലോ. എന്തു പറ്റി? പുതിയ ഐഡിയ ഒന്നും അടയുന്നില്ലേ? കിരണയെ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. നീ സാഹിത്യം എന്ന് വിളിക്കുന്ന ടൈപ്പ് കഥകളുണ്ടല്ലോ, അതെവിടെ ആർക്കും വേണ്ട. ഈ ഡിറ്റക്റ്റീവ് കഥകളും വാരിക്കുഴിയിലെ കൊലപാതകമൊക്കെ ആൾക്കാർ വായിക്കും ട്രെയിനിലിരിക്കുമ്പോൾ സമയങ്ങളെ. ഇവിടെ ബുക്ക് വിറ്റ് പോകണമെങ്കിൽ ജീവിതം വേണം, പച്ചയായ ജീവിതം. അങ്ങനെയൊന്നുമില്ല ശ്യാം. 11th അവറിൻ്റെ 20,000 കോപ്പിയാണ് വിറ്റുപോയത്. ലക്ക് മാൻ, ഡം ലക്ക്. അത് ഇനിയും ചിലവാകും നീ വിചാരിക്കണ്ട. ഒരേ ജോണർ കൊണ്ട് എത്ര കൊണ്ട് നീ കളിക്കും? ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് വൺസ്, ഐ ക്യാൻ ഡു ഇറ്റ് അഗെയിൻ. പിന്നെ നിന്നെ ഉപദേശിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്ന് ആലോചിക്കും. പച്ച അലക്സ്, അലക്സ്, നീ സമയത്തിനൊക്കെ എത്തിയോ? ഒന്നും പറയണ്ട. എങ്ങനെയാ എനിക്ക് വന്നത് പറയാം. ഇന്ന് നീയാ കുക്കിംഗ്, മറക്കണ്ട. ആ കിറ, ഒരു നിധി കിട്ടിയ പോലെ ആയിരുന്നു ഇത്. There he was, right under my nose, staring right at my face. എന്റെ സാധനങ്ങൾ നിന്നോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതെന്താ സംഭവം? ഇത് ആരിഫിന്റെ കേസ്. ഇത് ഞാൻ ഡിഗ്രിക്ക് റിസർച്ച് നടത്തിയപ്പോൾ എടുത്ത 5 ക്രൈം സ്റ്റോറീസിലുണ്ട്. ക്ലാസിക് സിനിമാസ്. Infinite possibilities. A killer, death, misery, blood, and the secret ingredient. What is that? It's based on a true story. And he even got away with all this. That's interesting part. അയാൾ പറയുന്ന അയാളല്ല ഇതൊന്നും ചെയ്തത്. അന്ന് രാത്രി അയാളുടെ കാറിൽ അയാളോടൊപ്പം മറ്റൊരാളുകൂടി ഉണ്ടായിരുന്നു. ബട്ട് ഓൾ ദ എവിഡൻസസ് ആർ അഗെയിൻസ്റ്റ് ഹിം. അതുകൊണ്ട് തന്നെ കോടതിക്കോ പോലീസിനോ ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമില്ല. ബട്ട് അവൻ്റെ അഡ്വക്കേറ്റ്, ഷി വാസ് സ്മാർട്ട്. അവന് ഭ്രാന്താണ് മറിച്ച് തീർത്തു. എനിക്കൊള്ളിടുങ്കോ. നീ ആ മുഖത്തേക്കൊന്ന് നോക്കി കണ്ടാൽ പറയും 4 പേരെ കൊന്നവനാണ്. That's the face of a cold-blooded killer. Well, I better remember this face. I'm going to find him. Are you out of your mind? For what? എനിക്ക് അവൻ്റെ കഥയിൽ ഒരു ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് വേണം. അവൻ എന്തിനാ ചെയ്തെന്നറിയാം? Why do you need to know that? Because he's my next story. പിന്നെ കാണാൻ പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകും. ഞാൻ വരാമെല്ലാം കഴിയും. എൻ്റെ ഡെഡ് ബോഡി വളർത്തി. എന്നെ നോക്കാൻ എനിക്കറിയാം അലക്സ്. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് കുഡ് ബി മൈ ബിഗ് ബ്രേക്ക്. ശ്യാമിന് പച്ചയായ ജീവിതം വേണം പോലും. ഇങ്ങനെ ഒരു കഥകളപ്പോൾ എന്താണ് പച്ചയായ ജീവിതം? How are you going to find you? കേസ് കഴിഞ്ഞ് ഞാൻ 3 വർഷം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നവരെ മാത്രമേ എനിക്കറിയൂ. അത് കഴിഞ്ഞ് അവനെ പറ്റി അങ്ങനെ വാർത്തയൊന്നും കണ്ടിട്ടില്ല. ഇവൾ, അവൻ്റെ ചേച്ചി,
അന്ന് അവൻ്റെ കേസ് വായിച്ചപ്പോഴല്ലേ ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കാനാണ് പോലെ. ന്യൂസ് പേപ്പർ ഫോട്ടോ ഒന്നും എഴുതി ഹൈ പ്രൊഫൈൽ ആകും. 4 പേരെ കൊന്നൊരുത്തനെയാണ് അന്ന് അവൾ കോളേജിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഇറക്കൊണ്ടുവന്നത്. അന്ന് അവൾ ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഇന്നതായിട്ടുണ്ടാവും. നീ നേരെ അങ്ങ് ചെന്നാൽ മതി. അവൾ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു. നീ ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞാൻ പോയി ചൂടായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ എഴുതി തരാം. ആരിഫിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്ന് 7ാമത്തെ രാത്രി. സാധാരണ ഒരാളെ കണ്ടെത്താൻ എനിക്ക് ഇതിൻ്റെ പാതി സമയം പോലും വേണ്ടി വരാറില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആരിഫ് അസ്ലം ഡിഡ് നോട്ട് വാണ്ട് ടു ബി ഫൗണ്ട്, ബട്ട് ഫൈനലി ഐ ഹാവ്. ഹലോ ആരിഫ്, എൻ്റെ പേര് കിരൺ ആൻഡ് ഐ എം എ റൈറ്റർ. ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ നോവൽ 11th Hour പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഓ യു ഹാവ്, ഗ്രേറ്റ്. ഞാൻ ഈ അടുത്തിടയ്ക്കൊരു പഴയ ന്യൂസ് പേപ്പർ കണ്ടിട്ടുണ്ടായി ആൻഡ് ഐ ഗോട്ട് ക്യൂരിയസ്. I know this isn't the first time you are getting such a request, but I have a few questions. Can we meet in person? I'll be gone for a couple of days. What? The guy from your laptop. I found him. ഒരു രാത്രി കൊണ്ട് ജീവിതം തലകീഴായി മറിഞ്ഞ ആരിഫ് പ്രതികാരത്തിൻ്റെ പേരിൽ 4 പേരാണ് അവൻ കൊലപ്പെടുത്തിയത്. അലക്സ് ഡിഗ്രിക്ക് റിസർച്ച് നടത്തിയ പല ക്രൈം സ്റ്റോറീസിലൊന്ന് ജേർണലിസ്റ്റുകൾ, സാഡിസ്റ്റുകൾ. ഈ രാത്രി എൻ്റെ യാത്ര അവൻ്റെ അടുക്കിലേക്കാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ യാത്ര. ഉറങ്ങരുത് കിരൺ, യു ഹാവ് മൈൽസ് ടു ഗോ. കിരൺ, May I help you? മാം, ഐ ഹോപ്പ് യു ആർ നോട്ട് ടു ബിസി. എനിക്ക് മാഡത്തിൻ്റെ ഒരു സഹായം വേണം. I'm sorry, but I don't consult on Sundays. കേസിൻ്റെ കാര്യത്തിനല്ല. എൻ്റെ പേര് കിരൺ ആൻഡ് ഐ എം എ റൈറ്റർ. കേട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ നോവൽ 11th What do you Hour. want? Well, I was going through some old newspapers when I saw this case where your brother was involved. ഓ, കഥയ്ക്ക് പുതിയ വില്ലനെ തേടി ഇറങ്ങിയതായിരിക്കും. ആദ്യം പത്രക്കാർ വന്നു, ഇപ്പോൾ ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. അന്ന് ദ്രോഹിച്ചൊന്നും പോരെ നിങ്ങൾക്ക്? Get lost, or else I'll call the security. മാം, എനിക്ക് പറയാനുള്ള സമയം പോലും അവർ തന്നില്ല. It could have been worse. എന്ത് വേഴ്സ്? എന്നെ ഒന്നും സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല. Do you have any other options? ഇല്ല, ആഫിയ ഇല്ലാതെ ആരിഫിനടുത്ത് എത്താൻ കഴിയില്ല. നീ വെറുതെ അവളുടെ വായിരിക്കുന്നതായിട്ട് സമയം കളയണ്ട. Look, I researched this case.
ഡെസർട്ടേഷന് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതാണ്. നിനക്ക് ഞാൻ പറഞ്ഞു തരാം. നീ നിർബന്ധിക്കുവാണെങ്കിൽ ഐ മൈറ്റ് ഈവൻ ലെറ്റ് യു പ്രിന്റ് മൈ നെയിം ഇൻ ദ അക്നോളജ്മെന്റ്സ്. വെൽ, ഐ ക്യാൻ റൈറ്റ് ദ സ്റ്റോറി ബേസ്ഡ് ഓൺ യുവർ ഇൻ്റർപ്രിറ്റേഷൻ. ബട്ട് അത് പോരാ. അവൻ്റെ ആ ഇൻസാനിറ്റി കഥ കോടതിയോട് പറഞ്ഞത്. ഐ വോണ്ട് ടു സീ ഹൗ വെൽ ഹീ ക്യാൻ ടെൽ ദാറ്റ് സ്റ്റോറി. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ലൈ, I want to read it from his face. If it isn't, well, I finally admit the truth could be stranger than fiction. How do you propose to reach the truth? ഒരു പിടിയില്ല. ആഫിയയുടെ വാതിൽ ഒന്നും കൂടെ മുട്ടി നോക്കേണ്ടി വരും. നീ വീണ്ടും അവളുടെ വായിരിക്ക് നിൽക്കാൻ പോവാണോ? മണ്ടത്തരം കാണിക്കല്ലേ. ഷീസ് എ ലോയർ. അകത്ത് കിടക്കേണ്ടി വരും. സാരമില്ലടോ, ഒന്നുകൂടെ മുട്ടി നോക്കാം. മുട്ടുവിൻ തുറക്കപ്പെടുന്നാണല്ലോ. മാം, ആഫിയ, എനിക്ക് പറയാനുള്ളത് കേൾക്കൂ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കൊന്നും അതിനെ ദ്രോഹിച്ചതുപോലെ അവൻ ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ആഫിയ, ഡോണ്ട് യു തിങ്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ? ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ നേടിയ പേരും പ്രശസ്തിയും എല്ലാം നിങ്ങളുടെ അനിയൻ്റെ ഒരു കേസിൻ്റെ പുറത്താണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ലുക്ക്, ഐ അഷ്യൂർ യു, ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരു കണ്ണിച്ചോരയില്ലാത്ത സൈക്കോ കൊലപാതകയുടെ കഥയല്ല. ആരിഫിനെ പോലൊരാൾ എങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തി എന്നാണ് എനിക്ക് അറിയേണ്ടത്. And I'm not even convinced that he is guilty. Afia, if I'm ever going to write this story, it's not going to be a story about him. It's going to be his story. Kiran, please leave. I can't ask him to do anything more. അവൻ ഇപ്പൊ തന്നെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അലക്സ്, ഞാൻ നിന്റെ സൈക്കിൾ എടുക്കാണ്.
കിരൺ, ആരിഫ്, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. യു ആർ നോട്ട് ഫ്രം ദ പ്രസ്, ആർ യു? ഓ, this my roommates. I can assure you that I'm not from the press. ഐ എം ഷുവർ യു ആർ നോട്ട്. ഐ എം എ ഡെഡ് മാൻ ടു ദം എനിവേ. ഇരിക്കൂ. This is brilliant. Just a hobby. Doctor's advice really. According to him, tells me to stay in touch with the reality. So പറയൂ, എന്താ അറിയേണ്ടത്? എല്ലാം ആദ്യം മുതൽ, അവരെ കണ്ടുമുട്ടിയ മുതൽ. ഈ അവരെന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചവരെ അല്ലേ? അതെ. ഞാൻ അവരെന്തിനു കൊന്നു എന്നറിയണം അല്ലേ? No, that's not what I meant. Just messing with you, Kiran. I'll tell you everything you want to know. It's fine. Yeah. Kiran, come in. എല്ലാം തുടങ്ങുന്നത് 8 വർഷം മുമ്പാണ്. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി സ്വന്തമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് സ്വന്തം ബോസാവാനൊരു ആഗ്രഹം. I was actually doing pretty well. I was earning more money than most startups. But well wasn't enough for me. Ambition. That was what led me to working with them. The 4 assholes who ruined my life. Harish, Jagat, James and Lavanya. You would know them better as the people I killed. മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കമ്പനിയുടെ മുന്നിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന കോൺസെപ്റ്റുമായി അവർ വന്നു. ഫോർ ഗ്ലോബ് സ്റ്റാർ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അന്നത്തെ പത്രങ്ങളൊന്നും കണ്ടിരുന്നില്ലേ? നോ. Now I'm sure that you're not from the press. You see, it's like a chain. I was a primary investor and എൻ്റെ കീഴിൽ ഞാൻ 2 പേരെ ചേർക്കുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം എനിക്ക് കിട്ടുന്നു. ഇനി അവരുടെ കീഴിൽ ഓരോരുത്തർ വരുമ്പോഴും അതിൽ നിന്ന് എനിക്ക് ലാഭം. ഇത് ഇനിയും വരയ്ക്കേണ്ടി വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. സി, ഏറ്റവും മുകളിൽ അവരുടെ പ്രൈമറി ഇൻവെസ്റ്റർ ഞാൻ. എൻ്റെ ഇരുവശങ്ങളിലും ഞാൻ ചേർക്കുന്ന 2 പേർ. അവരുടെ കീഴിൽ അടുത്ത് വരുന്നവർ. ഒരു ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ I get my hands on a serious amount of money. You get it? Okay. I convinced a lot of people to join us, and since the returns are promising, they're willing to sell everything they have and give it to us. And when I say a lot of people, I mean all kinds of people. Businessmen, government employees, housewives, college students, അതിൻ്റെ കൂടെ ജീവിതത്തിലെ മറ്റെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച കുറച്ച് പേര്. They couldn't have been more wrong. എല്ലാവരും സ്വപ്നം പോലെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ തടിയ ഫോൺ കോൾ വന്നത്. പഴുതുകളെല്ലാം അടച്ചവർ കടന്നു കളഞ്ഞു, എന്നെ ഒരു ബലിയാടാക്കിക്കൊണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഗ്ലോബ് സ്റ്റാറിലേക്കുള്ള അവസാന കണ്ണിയായിരുന്നു ഞാൻ. ഉള്ളതെല്ലാം വിറ്റുപറക്കിയെങ്കിലും ചെറിയ കടങ്ങൾ മാത്രമേ എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ.
ഇനിയും അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഐ ഡിസൈഡഡ് ടു റൺ അവേ. പക്ഷേ എന്തോ മനസ്സനുവദിച്ചില്ല. I was not a coward, Kiran. I was a fighter. എല്ലാം സ്മൂത്തായിരുന്നെങ്കിൽ ഞാനും സംസാരിക്കുന്ന ഒരു കോടീശ്വരനോടായനെ അല്ലേ? But life isn't a fairy tale. It's dark and deceiving, like the stories you write, Kiran. Yeah, it is. പിന്നെ അറിയണ്ടേ എങ്ങനെ ഒരു രാത്രി ഭ്രാന്ത് മുത്ത് ഞാൻ 4 പേരെ തലക്കടിച്ചു വന്നതെന്ന്? അറിയണം. നടന്ന കാര്യങ്ങളെപ്പറ്റി തനിക്കറിയുന്നതിനപ്പുറമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം കിരൺ, ആ രാത്രി എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. ആ യാഥാർത്ഥ്യത്തെക്കാൾ തൻ്റെ കഥയിലൊരു കഥാപാത്രമായി ജീവിക്കാനാണ് എനിക്കും താല്പര്യം. സോ ജസ്റ്റ് ഗിവ് മീ ഹാപ്പി എൻഡിങ് ദ വിൽ യു? ശരി, ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ആൻഡ് വാട്ട് ഐ വുഡ് ടെൽ യു ഈസ് നത്തിങ് ബട്ട് ദ ഹോൾ ട്രൂത്ത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന്. യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കില്ല. ബട്ട് ട്രൂത്ത് ഈസ് ഓൾവേസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒരു കള്ളനെന്ന് വിളിച്ചാൽ പോലും എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ there is only one version to my story, and that's the truth. So are you ready? കഴിഞ്ഞ 1 വർഷം എനിക്ക് സമ്മാനിച്ചത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഞാൻ കാരണം അവസാനിച്ച ഒരുപാട് ജീവിതങ്ങളെ ഓർത്തുള്ള കുറ്റബോധമാണ്. വ്യക്തമല്ലാത്ത കാഴ്ചകൾ, മുഖമില്ലാത്ത രൂപങ്ങൾ, ഇത് രണ്ടുമായിരുന്നു ഇത്തരം യാത്രകളിൽ എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. But I hadn't lost myself, Kiran. I could still tell what is real from what is not. സാധാരണ ആരും ആ സമയത്ത് ആർക്കും ലിഫ്റ്റ് കൊടുക്കില്ല കിരൺ. ബട്ട് ഐ വാസ് അലോൺ ദാറ്റ് നൈറ്റ് ആൻഡ് അഫ്രൈഡ്. Can you describe it? How did it go? It was the perfect story. പക്ഷെ ഇനി ബാക്കി അറിയാൻ ഒരു ആഴ്ച കത്തിരിക്കും ഒരുമാതിരി സീരിയൽ കാണുന്നുണ്ട്. At least you have something to write. I mean, story was perfect until he described the villain. വില്ലൻ എന്താ കുഴപ്പം? അവൻ ഡിസ്ക്രൈബ് ചെയ്ത വില്ലൻ ഒരുമാതിരി തടിച്ച് മുട്ടയടിച്ച്. ട്രൂ സ്റ്റോറി അല്ലേ, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ എഴുതിയല്ലേ പറ്റും. പോരാ, I need a villain which people would love to hate.
എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആൻഡ് ഐ മിസ് മൈ ലാസ്റ്റ് ബസ്. എൻ്റെ വീട് ഇവിടെ ഹൈവേയുടെ അടുത്താണ്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ പ്ലീസ്? കയറിക്കോളൂ, ഐ കുഡ് യൂസ് സം കമ്പനി. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്. ഞാനവിടെ ഒറ്റയ്ക്ക് പേടിച്ച് കുറച്ച് നിൽക്കുമായിരുന്നു. ഓ എന്തിനാ, ഇതത്ര കുഴപ്പം പിടിച്ച സ്ഥലമൊന്നുമല്ല. കള്ളന്മാർ പോയിട്ട് മനുഷ്യവാസം പോലുമില്ല. അതിന് പ്രശ്നം മനുഷ്യരല്ലല്ലോ, ഇവിടുത്തെ നശിച്ച പട്ടിശല്യമാണ്. 1-2 വട്ടം കൂട്ടത്തോടെ എൻ്റെ വണ്ടിയുടെ പുറകെ വന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഐ ഫൗണ്ട് യു. അതെ, അല്ലായിരുന്നെങ്കിൽ വല്ല മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കേണ്ടി വന്നേനെ. യൂഷ്വലി ഞാൻ ഇത്ര ലേറ്റ് ആവുന്നതല്ല, ഇന്നിപ്പോൾ ഓവർ ടൈം ആയിരുന്നു, അതാ. സോ where do you work? Call center. I'm sorry. Where are my manners? തന്നെ കണ്ടാൽ അറിയാം ഉറങ്ങിയിട്ട് ഒരുപാട് നാളായെന്ന്. You could use a drink. Is it that obvious? Well, I'm an insomniac. ഉറക്കം വരും, പക്ഷേ ഉറങ്ങാൻ കഴിയില്ല. And I don't take my pills while I'm driving. വണ്ടി ഓടിക്കുമ്പോൾ പണി കിട്ടത്തില്ലേ? ഇല്ല, ശീലമായി പോയി. I've been driving like this for months. And ഇതുവരെ ചത്തിട്ടില്ല. So So, what do you do for a living? ആര്? ഞാനോ? Nothing at the moment. I'm planning to start up a business. So ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില യാത്രകളൊക്കെ വേണ്ടി വരും to meet up with the investors. അല്ലെങ്കിലും ഈ ഓവർ ടൈം പണിയെടുക്കുന്നത് നമ്മളെപ്പോലുള്ളവരെ സമ്മതിക്കണം. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടുകാരുണ്ട്. സാധാരണ മരുന്നും കഴിച്ച് പോത്തുപോലെ കിടന്നുറങ്ങുന്നത്. ഇതിപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ. എന്നത് അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. അവിടെയോ? ആ, അവിടെ. എൻ്റെ വീട് പാലത്തിൻ്റെ അപ്പുറത്താണ്. ഓക്കെ. ആർ യു ഷുവർ? വണ്ടി കയറുമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നടക്കൊണ്ട് വിട്ടു തരാം. അതിൻ്റെ ആവശ്യമില്ല. താങ്ക്സ് എ ലോട്ട് ഫോർ ദ റൈഡ്. താൻ വന്നില്ലായിരുന്നു ഞാൻ ആകെപ്പാടെ പെട്ടുപോയനെ. അതെ, വീട്ടിൽ പോയി നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടോ. ഓക്കെ. ഓക്കെ. ബൈ ദ വേ, പേര് പറഞ്ഞില്ല. ഐ ആം വിൻസെന്റ്. ആരിഫ്. പിന്നീട് എന്താണെന്ന് ഓർമ്മയില്ല, പക്ഷേ വീണ്ടും ഞാൻ അയാൾ അവിടെ വെച്ച് തന്നെ കണ്ടു. ഹലോ, ഇന്നും പട്ടികളെ പഠിച്ച് നിൽക്കുകയാണോ? ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടെത്തിച്ചത്. കേറിക്കോളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു. ഇന്നും ഓവർ ടൈം ആയിരുന്നു. അല്ല, തൻ്റെ മുഖത്തൊരു തെളിച്ചു വെക്കണ്ടല്ലോ. വെൽ, ലെറ്റ്സ് ജസ്റ്റ് സേ ദാറ്റ് ലൈഫ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി? അതെല്ലാം ഇങ്ങനെ ശരിയായി വരുന്നു. ഗുഡ് ന്യൂസ്. സോ ഹൗ ദ തിങ്സ് അറ്റ് ദ കോൾ സെൻറ്റർ? കുഴപ്പമില്ല, പക്ഷെ അത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നമ്മളെയൊക്കെ പിഴിഞ്ഞെടുക്കും. ഓ സത്യം, മുഴുവൻ ചതിക്കുഴികളാണ്. ഇടയ്ക്ക് ഞാനും കൊണ്ട് കാല് വെച്ചത്, പെട്ടുപോയി. എന്തു പറ്റി? ലെറ്റ്സ് ജസ്റ്റ് സേ എ ലോട്ട് ഓഫ് മണി വാസ് ഇൻവോൾവ്ഡ് ആൻഡ് കുറച്ച് പേർ അതുകൊണ്ട് കടന്നു കളഞ്ഞു. എന്നിട്ട് കുറ്റം എൻ്റെ തലയ്ക്ക്. എല്ലാം വിധി, അല്ല എന്ത് പറയാനാ. ഇനി ജീവിതത്തിൽ ആ ഭാഗത്തോട്ടേ ഇല്ലാന്ന് തീരുമാനിച്ചത്. മാന്യമായ എന്തെങ്കിലും ബിസിനസ്സും ചെയ്ത് ജീവിക്കണം. കോടതിയെ സമീപിച്ചില്ലേ?
കോടതിയൊക്കെ സമീപിച്ചു, പക്ഷേ അവിടെ അവർ തന്നെ ജയിച്ചു. അവരെയൊന്നും വെറുതെ വിടരുത്. എന്തിനാ? വർഷം 1 ആയി. പോരാത്തതിന് അതെല്ലാം എൻ്റെയും കൂടി തെറ്റായിരുന്നു. ഐ വാസ് യങ് ആൻഡ് സ്റ്റുപ്പിഡ്. ആവേശം മൂത്ത് പക്വതയില്ലാത്ത പ്രായത്തിൽ ഓരോന്നിനും കൊണ്ട് തല വെച്ചത്. Come on, Arif. They ruined your life and your career. It's a thing of the past. ഓ, ഞാൻ മറന്നു. വണ്ടി ഒന്ന് നിർത്തൂ പ്ലീസ്. ഒരു 5 മിനിറ്റ്, ഏറിയ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്ലീസ്. എനിക്കവരുടെ അടുത്തൊരു സ്ഥലത്ത് ഏൽപ്പിക്കാനുണ്ട്. ഈ സമയത്തോ? അത് സാരമില്ല. They should have been expecting me for quite some time now. ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചു വരാം. ഞാൻ വരുന്നവരെ ബോറടിക്കാതിരിക്കാം. Sorry to keep you waiting. That's all right. I was just... You're bleeding. That's not my blood. No, Arif. നമുക്ക് ഈ രാത്രി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ അറിഞ്ഞിരുന്നില്ലേ കിരൺ, ആ രാത്രി എൻ്റെ ജീവിതം തന്നെ മാറുമെന്ന്. ഓ, സമയം. ഐ ഹാവ് ടു ഗോ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. അടുത്ത ആഴ്ചയോ? ആ, ആഫിയ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെയല്ലേ താമസം. ആഴ്ചയിലൊരിക്കൽ അവളെ കണ്ട് ഇച്ചിരി കാശ് മേടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ സിറ്റിയിലോട്ട് ഇറങ്ങാറേ ഇല്ല. ആ നമ്പറും തരും. എനിക്ക് ഫോണില്ല. അപ്പോൾ അടുത്ത ആഴ്ച ആഫിയെ വിളിച്ചാൽ മതി. എഴുന്നേക്ക്. കഥ എഴുതി ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട്, നീ ഒന്ന് വായിച്ചു. പിന്നെ ഒന്നാമത് ഇന്ന് രാത്രി നിന്റെ കമന്റ് കാണാൻ മനസ്സിനോട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയെങ്കിലും എഴുതുമ്പോൾ കമന്ററി ഒന്ന് ഒഴിവാക്കുക. നോക്കാം. പിന്നെ നീ ഇവിടെ എഴുതുന്ന ഉറക്കം വെച്ച് കഥ എഴുതി അവനവിടെ 4 പേരെ കൊന്നിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങിക്കോ. അവന് വേണ്ടെന്നാണല്ലോ എനിക്കെന്ത്? എനിക്കെൻ്റെ കഥ കിട്ടി, അത് മതി. നിജൽ പോയി അവനെ കഥ എഴുതി സഹായിച്ചു. ആ ആഫിയ, ഇത് കിരണാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആഫിയ നേരിട്ട് കണ്ടൊന്ന് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. ക്യാൻ വി മീറ്റ് ഫോർ ഡിന്നർ ടു That's a pretty nice game, Kiran. യു ഷുഡ് ട്രൈ ഇറ്റ് സംടൈംസ്. ആൾക്കാരെ പറ്റി കഥകൾ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഈ ജേർണലിസ്റ്റും അഡ്വക്കേറ്റ്സും എഴുത്തുകാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും കള്ളക്കഥകൾ പറഞ്ഞ് ജീവിക്കുന്നവരാണ്. പക്ഷേ ആരിഫിൻ്റെ കഥ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കഥ കേട്ടിട്ടില്ല. ഓ പ്ലീസ്, അവൻ പറഞ്ഞത് എന്തെങ്കിലും താൻ വിശ്വസിച്ചോ? അതെന്താ അങ്ങനെ ചോദിച്ചാൽ? ഇത്രയും നാളായിട്ട് എനിക്കല്ലാതെ വേറൊരാൾക്കും അത് വിശ്വസനീയമായി തോന്നിയിട്ടില്ല. പിന്നെന്താ ആഫിയ കഥ വിശ്വസിച്ചത്? ആരിഫ് അനിയനോട് മാത്രമാണ്. പലപ്പോഴും അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ബട്ട് ഇഫ് യു ഹാവ് സീൻ വാട്ട് ഐ ഹാവ്, you would believe me too. ഈ ലോകത്ത് എനിക്കിനി സ്വന്തം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ ബാക്കി. And sometimes I wonder if that is the only reason why I believed him.
Then I remember the fear in his face, the helplessness. ഈ ലോകത്തിന് ആരിഫ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ യുവർ പാരൻസ്, ഹസ്ബൻഡ്? My parents are dead, Kiran, and I'm divorced. എന്താ? ആ രവി സാർ, സാർ വിളിച്ചിരുന്നു. ഞാൻ സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. സാരമില്ല. I was pretty impressed by those 50 pages you sent me. I'm here for the full script. ഐ ഹാവ് ദ ഫുൾ സ്റ്റോറി സർ. ബാക്കി പേപ്പറിലേക്ക് ആക്കിയാൽ മതി. നിങ്ങൾ ആരിഫിൻ്റെ കഥയെ പറ്റിയാണോ ഈ പറയുന്നത്? യു ആർ റൈറ്റിംഗ് എ മൂവീസ്. A small advance. ബാക്കി ഫുൾ സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം. There's a lot of zeros. പൈസ ഒരു വിഷയമല്ല. Just make sure you have the full script. ആരിഫ്, ആ കിരൺ, ആഫിയ സസ്പെൻസ് പൊളിച്ചു എന്ന് പറഞ്ഞു. സോറി, ഐ കുഡ്ന്റ് ഹെൽപ്പ് ഇറ്റ്. ബിസൈഡ്സ് ആഫി അവളുടെ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. ഐ സി. സോ വി കണ്ടിന്യൂ. ഞാനിപ്പോൾ ആരെയാ മുകളിലേക്ക് അയച്ചെന്ന് നിനക്ക് അറിയണ്ടേ? എനിക്കറിയണ്ട. പ്ലീസ് ലെറ്റ് മീ ഗോ. ഐ ബെഗ് യു. നീ അറിയണം ആരിഫ്, നീ അറിഞ്ഞേ തീരും. ഇറ്റ് വാസ് ഹാരിഷ്. ഹാരിഷ്, റിമെമ്പർ ഹിം? That smooth sly bastard who flew the coop and left you to rot. What the hell are you talking about? How do you know Harish? There are a lot of things I know, Arif. ഇന്ന് രാത്രി നീ ബാക്കി വെച്ച ഓരോ കടങ്ങളായി നമ്മൾ വീട്ടാൻ തുടങ്ങുകയാണ്. എന്ത് കടങ്ങൾ? What are you going to do? I'm only doing what you don't have the balls to do. Well, you can go to jail for me too. I'm going to the police. No. That's not happening, Arif. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്. അതിന് നിന്റെ എന്താണ് ബാക്കിയുള്ളത്? നിന്റെ കയ്യിലുള്ളതെല്ലാം അവർ കൊണ്ടുപോയില്ലേ? And all your dreams came crashing around you. You settled for this pathetic life and let those bastards live in peace. അവരോട് എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക്? It's over. I just want to live the rest of my life in peace. Peace? This is peace? How can you ever be at peace with yourself? This is your peace? ഞാൻ പറഞ്ഞല്ലോ ആരിഫ്, I'm doing this for you. I'm looking out for you. And I'm making sure all your debts are paid. Take that left. ഇവിടെ ആരാണ് താമസിക്കുന്നത് നിനക്ക് അറിയില്ല ആരും. Of course you do. You know it better than I do. ലാവണ്യ. ലാവണ്യ? ലാവണ്യ. അവർ 4 പേരിലൊരാൾ. എന്നെ കൊണ്ടിത് തലവെപ്പിച്ചത് തന്നെ അവളാ. പ്രേമമാണെന്നൊക്കെയാ ഞാൻ കരുതിയത്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? Let's just say your enemies are my enemies as well. പ്ലീസ് നോ. ഇത് നടന്നേ തീരും. Drink.
I gave her your regards. She's Dead. And I have good news. We have one less stop to make tonight. I found her in the same bed with James. You weep for her? That hole? She doesn't deserve it. നിനക്ക് കണ്ണിച്ചോരയുണ്ടെങ്കിൽ അവൾ അനാഥരാക്കിയ കുടുംബങ്ങൾക്ക് വേണ്ടി കരയും. അവൾ കാരണം മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കരയും. Because of you. Tell me, Arif, do you even remember their names? അരുൺ പ്രഭാകർ, ബിജു നാരായണൻ, ഹേമന്ത് ഭട്ടതിരി, മാത്യു ആൻഡ് മിനി സ്റ്റീഫൻ. ഇനിയുണ്ട്. I remember them. I remember all of them. You will have plenty of time to rest after tonight. പക്ഷെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ആരിഫ്. I don't think I can drive any longer. I can't take this anymore. Arif. Just relax. Haven't you had enough? No. Come on, Arif. നാളത്തെ ദിവസത്തെ പറ്റി ആലോചിക്കൂ. ഇന്നത്തെ രാത്രി നാളെ പുലർച്ചയൊരു മങ്ങിയ ഓർമ്മ മാത്രമാകും. ഞാനോ നീ കണ്ടിട്ടുള്ള ദുസ്വപ്നങ്ങളിൽ നീ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല കഥാപാത്രങ്ങളിലൊന്ന്. And you will never see me again. But you will think of me as your guardian angel. നിനക്കില്ലാത്ത ധൈര്യം നിനക്ക് പകർന്നു തന്ന കാവൽ മാലാക. And you will thank me because I am the one who settled all your debts for you. But for now, you try. വേണ്ട. I'll wait for you. It's not your call, Arif. Drink up. Our work is done. We took our revenge. We killed them. You killed them, not me. Oh, come on, Arif. I'm just like you. അവർ മരിക്കണമെന്ന് എൻ്റെ അത്രയും തന്നെ നീയും ആഗ്രഹിച്ചത്. I'm nothing like you. I'm everything you are. I'm you with the will to do what's necessary. ഈ ദിവസത്തിന് ഞാൻ അത്ര കാത്തിരുന്നു നിനക്കറിയാമോ ആരിഫ്? And finally, I know how revenge feels. പ്രതികാരത്തിൻ്റെ ആ ഒരു സുഖം. I know you would feel that too, if you weren't so busy. Oh, this too. You fool. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇവിടെ വച്ചപ്പോൾ തീർക്കാൻ പറ്റും. വച്ച് താമസിപ്പിക്കുന്നില്ല. പക്ഷേ you're not a killer, Arif. Nor am I. അതവരാണ് ആ 4 പേർ. നീ കഥയിലെ വില്ലൻ മാത്രമല്ല. You're a victim as much as you're a villain. ഒരുപക്ഷെ നിന്റെ വാഗ്ദാനങ്ങൾ, നുണക്കഥകൾ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പേർ ഇന്നും ജീവനോടുണ്ടായേനെ. ആരിഫ് അസ്ലം, മരണം നീ അർഹിക്കുന്നില്ല. പക്ഷെ മരണതുല്യമായ ശിക്ഷ ഇതാനാണ് നിനക്ക് വിധിക്കുന്നത്.
നീ തകർക്കാൻ കൂട്ടുനിന്ന ജീവിതങ്ങൾക്ക് പകരം മരിച്ച് ജീവിക്കാൻ നീ തയ്യാറായിക്കൊള്ളൂ. നിന്റെ വാക്കുകൾ ഇനി ആരും വിശ്വസിക്കരുത്. നിന്റെ നുണകൾ ആരുടെയും ജീവിതം തകർക്കരുത്. You already lived the life of a lion, but from tonight, you will live the life of a mad man. Drink. വെയിറ്റ് പ്ലീസ്. ഹീ സെഡേറ്റഡ് യു. എന്നിട്ട് രാവിലെ ഉണ്ട് നോക്കുമ്പോൾ അയാൾ അവിടെ ഇല്ല. ചോര നിങ്ങളുടെ തീർക്കും. അതോടെ വിൻസെൻ്റ് എന്ന വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ വിഭ്രാന്തി മാത്രമാണെന്ന് ഉറപ്പിച്ചോ? കഥ പോരെങ്കിൽ ക്ഷമിക്കണം കിരൺ. ലുക്ക് ആരിഫ്, ദിസ് ഈസ് ദ ബുൾഷിറ്റ് യു ഫെഡ് ദ കോർട്ട്. തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുണ്ടാക്കിയ വെറും കള്ള കഥയല്ലേ ഇത്? ഡു യു തിങ്ക് ഐ ആം ലൈയിങ്? അതല്ല, പക്ഷേ ഇത് നീ തന്നെ ലോകത്തോട് ഒരിക്കൽ പറഞ്ഞതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഫോറും തേങ്ങ പോലെ. ആരിഫ്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്നോട് പറയാൻ? I promised you the truth, nothing more. Your truth is goddamn worthless and it's a cooked up lie. I'm sorry. എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എന്ന് വിചാരിക്കാനായിരുന്നു അവനിഷ്ടം. ഇറ്റ് മെയ്ഡ് ഹിം ഫീൽ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഉപ്പയും ഉമ്മയും മരിച്ചത് പിന്നെ ഞാൻ അവനെ അധികം കണ്ടിട്ടില്ല. ബിസിനസ്സിനും പഠിത്തം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് പോയി. അൺടിൽ ദാറ്റ് ഡേ. ആരിഫ് വീട്ടിൽ നിന്ന് ശേഷം പിന്നെന്താ സംഭവിച്ചത്? I can stay here. വൈകാതെ പോലീസ് എന്നെ തിരഞ്ഞു തുടങ്ങും. I have to surrender. യു കാണ്ട്. എനിക്ക് തന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ആ വിൻസെൻ്റ് ആരാണേലും അയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ്സ് എ only way out of this. അയാളെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ്? ആ വിൻസെൻ്റ് പേര് പോലും കള്ളമായിരിക്കും. എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇത്തിരി ടൈം തരൂ ആരിഫ്. I'll figure this out, I promise. അതുവരെ ഞാൻ എവിടെ പോകാനാണ്? I can't hide here. There is one place that he can go. ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. But this is the one place where no one would be looking. അവർ മരിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയിട്ടില്ല. നീ എപ്പോഴും അവിടെ ഓടിപ്പോയിട്ടിരുന്നു. But it's time to go back. ഫിറോസിന്റെ ബൈക്ക് താഴെയുണ്ട്. അങ്ങോട്ടേക്കുള്ള വഴി നീ മറന്നു കാണില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത്. വീടിന് ചുറ്റും പോലീസും ഉറക്കമില്ലാത്ത രാത്രികളും. വിൻസെൻ്റ് ആരായിരുന്നെങ്കിലും, ഇനി അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നെങ്കിലും ആരിഫിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു പഴുതുകളും എനിക്ക് കിട്ടിയില്ല. They even found his fingerprints from the scene of the crime. ഇതിൻ്റെ എല്ലാം മുകളിൽ ഫിറോസുമായുള്ള പ്രശ്നങ്ങളുടെ തുടക്കവും ഈ സമയത്തായിരുന്നു. ഹലോ ആരിഫ്. ആരിഫ്, I'm sorry, ആഫിയ. നിന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ എനിക്കാകില്ല.
It's like you haven't slept for days. വീക്സ്. Please, Arif, എനിക്ക് കുറച്ചുകൂടി പ്ലീസ് അടുത്തേക്ക് വരരുത്. ഐ ഡു നോട്ട് ഹേർട്ട് യു അഫിയ. ഞാൻ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ പോകും. നോ ആരിഫ്, നിന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കപ്പെട്ട നിന്നെ ഒരു തൂക്കിക്കൊല്ലും. There is no other നോ way. ആരിഫ്, there is. ആ വിൻസെന്റിനെ You കണ്ടുപിടിച്ചു. won't find Vincent Afia എന്താ? Why? because Vincent isn't here. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരിഫ്. ആ കൊല നടക്കുമ്പോൾ നീ കാറിലല്ലായിരുന്നു. You were sedated. I am not sure, Afia. I don't know what to believe anymore. My medical reports, my prescriptions, ഞാൻ കഴിക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് എല്ലാം ഇതിനകത്തുണ്ട്. കോടതിയുടെ മുന്നിൽ ഞാനൊരു ഭ്രാന്തനാണെന്ന് തെളിയിക്കാൻ നിനക്കത് മതിയാവും. ടോക്ക് ടു മൈ ഡോക്ടേഴ്സ്, ദേ ടെസ്റ്റിഫൈ. എന്നെ തൂക്കിയിറന്ന് രക്ഷപ്പെടുത്താൻ നിനക്കത് പോരും. His plan worked. The court believed him. 3 വർഷമാണ് അവൻ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നത്. He was never the same. And he came out as the Arif you met yesterday. ആ പഴയ വീട്ടിൽ വെച്ച് നടന്നത്. എത്ര ദിവസമെന്ന് ഓർമ്മയില്ലാതെ ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു അജ്ഞാതവാസം. പഴയ ഓർമ്മകൾക്കിടയിൽ ദിവസങ്ങൾ ഓരോന്നായി ഞാൻ എണ്ണി എണ്ണി കാത്തിരുന്നു എന്തെങ്കിലും ഒരു വാർത്തയ്ക്ക് വേണ്ടി. വ്യക്തമല്ലാത്ത കാഴ്ചകൾ, മുഖമില്ലാത്ത രൂപങ്ങൾ. And then I remember I hadn't taken my medicines in weeks. എന്നെ നീ കുറ്റപ്പെടുത്തരുതാനും. I did this for you. You're just like me. അവർ മരിക്കണമെന്ന് എന്നെ പോലെ തന്നെ നീയും ആഗ്രഹിച്ചിരുന്നു. I'm nothing like you. I am everything you are. I'm you with the will to do what's necessary. I am you. ഹലോ ആരിഫ്, ബാക്കി കഥ ഇനി പറയേണ്ടത് ആഫിയാണ്. I'll call her and let her know that you're coming. Alex, I'll be gone for a couple more days. There is more to his story than what meets the eye. Sir, your coffee is ready.
നീ പറഞ്ഞ പോലെ തന്നെ അവനവസാനം ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നെക്കൊണ്ട് കഥ അവസാനിപ്പിച്ചു. വിൻസെൻ്റ് എന്ന് പറയുന്നവൻ്റെ ഒരു മനസ്സിൻ്റെ തോന്നലെന്നാണ് പറയുന്നത്. തോന്നലൊന്നുമല്ല, നല്ല കല്ല് വെച്ചാൽ തോന്നൽ. നല്ല എന്ത് നോക്കണ്ട, ചേച്ചി അനിയനും കൂടെ പ്ലാൻ ചെയ്താണ് ഇതെല്ലാം. ആദ്യം അനിയൻ നിന്നോടൊരു ദുഃഖ കഥ പറയും, നീ അത് വിഴിഞ്ഞതിന് ശേഷം ബാക്കി ചേച്ചി വിളമ്പും. അതല്ല ലെക്സ്, അവൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുള്ളതുപോലെ. പോരാത്തതിന് അവൻ ഈ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയതല്ലേ, അതിലൊന്നും അവൻ കള്ളം പറയുന്നതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോൾ ഒരു കള്ളം പലതവണ പറഞ്ഞ സത്യമാകുമെന്നാണല്ലോ. അത് നിങ്ങൾ പത്രക്കാർക്ക്, നുണപരിശോധനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലടോ. ആ പോവാം. ആ നീയോ? ഡിസോർഡേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി? നൺ ഓഫ് യുവർ ബിസിനസ്. അല്ല, നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വന്നിവിടെ? അല്ല, ഇതല്പം വായനാശീലമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ബുക്ക് സൈനിങ് ഉണ്ട് ഇവിടെ വെച്ച്. ഓ, നിൻ്റെ പുതിയ ബുക്ക്? അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം ലിറ്ററേച്ചർ സെൻസൊക്കെ ഉണ്ട്. നല്ല തമാശ. എന്താ വായിക്കുന്നത്? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ? പുതിയ ബുക്കിന് വേണ്ടിയായിരിക്കും. ക്ലീഷ ഇറങ്ങിയ അറ്റമാണല്ലോ കിരണേ. നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എൻ്റെ ബുക്ക് സൈനിങ് തുടങ്ങാൻ സമയമായി. രക്ഷപ്പെട്ടവരെ കാണണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് റൂമിലേക്ക് വന്നാൽ മതി. ഒരാഴ്ച കൂടി സമയം തരുന്ന രവി സാർ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയല്ലടോ, ഒരു വർഷം എടുത്താലും എനിക്കിത് പറ്റുമെന്ന് തോന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കും. ഹീസ് റൈറ്റ്, ദ എൻഡിങ് ഈസ് ടു പ്രഡിക്റ്റബിൾ. പക്ഷേ ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് കഥ മാറ്റാനും തോന്നുന്നില്ല. ഞാനിത് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് രവി സാറിനോട് പറയാൻ പോവാം. ഈ കഥ പോയെന്ന് കരുതി നീ പേടിക്കൊന്നും വേണ്ട. ഇനി ഇതുപോലെ 3-4 കേസ് കിടപ്പുണ്ട് അലക്സിൻ്റെ ലാപ്ടോപ്പിൽ. നീ ഇങ്ങ് വാടാ. I just wish there was Sir, no... your coffee is ready. Extra strong. Just the way you like it. Perfect. ആരിഫ്, ഈ മുഖം ഇനി വരയ്ക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അറിയാം. കിരണിന്റെ കഥയ്ക്ക് വേണ്ടി ഓരോന്ന് ഓർത്തപ്പോൾ വരച്ചു എന്ന് മാത്രം. ഇറ്റ്സ് ഫണി. വർഷങ്ങൾ ഇത്രയായിട്ടും ഐ സ്റ്റിൽ റിമെമ്പർ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഓഫ് ഹിസ് ഫേസ്. ഇനിയെങ്കിലും നിനക്ക് ഇതൊക്കെ ഒന്ന് മറന്നൂടെ ആരിഫ്? ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ആരിഫ്, Any news from Kiran? ഇല്ല. 1-2 വട്ടം ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, അറ്റൻഡ് ചെയ്തില്ല. ഐ കാൻറ്റ് ബിലീവ് ഹി ജസ്റ്റ് ടുക്ക് ഓഫ് ലൈക്ക് ദാറ്റ്. അയാളെ കുറ്റം പറയാൻ പറ്റുമോ? പോളിഗ്രാഫ് ലൈറ്റ് ഡിറ്റക്ടർ ഇല്ലായിരുന്നെങ്കിൽ കോടതി പോലും എൻ്റെ കഥ വിശ്വസിക്കില്ലായിരുന്നു.
I'm sorry. I should have never asked you to meet him. He sounded like a good person to me. അയാൾക്ക് വേണ്ടതെങ്കിലും കിട്ടിയല്ലോ. ഉറപ്പാണോ? ഡു യു ഹാവ് ഹിസ് അഡ്രസ്? എന്തിനാ? കിട്ടിയതൊക്കെ പോലെ നിനക്ക്. കിട്ടിയതൊക്കെ മതി. പക്ഷെ അയാൾ കൊടുക്കാൻ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. സ്ലിം, ഷാബി, ഏർലി 20s, ഒരു ടിപ്പിക്കൽ പയ്യൻ. ഇയാളെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അയാൾ അവിടെ ശരിക്കും ഇല്ലെങ്കിലും അയാൾ എൻ്റെ ഒരു സങ്കല്പം മാത്രമാണെങ്കിലും. പക്ഷേ ഹൗ ക്യാൻ ഐ ബി ഷുവർ? ആരോട് ചോദിക്കും? ചോദിക്കാൻ മറ്റാരും ഇവിടെയില്ല. എക്സാക്ട്ലി, മറ്റാരുമില്ല. ആരിഫിൻ്റെ അവസ്ഥ പോലെ. ഹി ക്യാൻ നൗ ബി ഷുവർ. അവൻ കണ്ടതും കേട്ടതും മാത്രമാണ് അവൻ്റെ സത്യം. ദ പെർഫെക്റ്റ് ഡിസെപ്ഷൻ. Alex, what if Arif isn't a victim of a delusion? What if he's a victim of a well-constructed illusion? എന്തോന്ന്? അതായത് ആരിഫിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ അറിഞ്ഞുകൊണ്ട് വിൻസെൻ്റ് അവനെ മുതലെടുത്തായിക്കൂടെ? രവി മാത്യുവിന് വേണ്ട സ്മാർട്ട് ക്രിമിനൽ അത് ആരിഫല്ല, ഇറ്റ്സ് വിൻസെൻ്റ്. ഹി ഈസ് റിയൽ ആൻഡ് ദാറ്റ്സ് ദി എൻഡിങ് ഓഫ് മൈ സ്റ്റോറി. അതല്പം കടന്നുപോയി. ഇതൊക്കെ കാണുന്നവർ വിശ്വസിക്കുമോ? ഒരു കള്ളം പലതവണ പറഞ്ഞ സത്യമാണെന്നാണല്ലോ. ഐ എം കമ്മിങ് ഹോം. The story ends tonight. And Avia, I think I'm finally ready to let go. കിരൺ, അതല്പം കടന്നുപോയി. ഇതൊക്കെ കാണുന്നവർ വിശ്വസിക്കുമോ? ഡിയർ കിരൺ, ആദ്യമായി എൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് നന്ദി. യു ടോട്ട് മീ സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സത്യം എന്നും നമ്മുടെ മാത്രം സത്യമായിരിക്കും. എനിക്കറിയാം എൻ്റെ കഥയിലെ പല കാര്യങ്ങളും തനിക്ക് അവിശ്വസനീയമായി തോന്നിയെന്ന്. ചില സമയം അത് വിശ്വസിക്കാൻ എനിക്ക് തന്നെ പ്രയാസം. ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ കൈകൊണ്ട് സംഭവിച്ചതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് വിൻസെൻ്റ് എന്നൊരാളെ സൃഷ്ടിച്ചത്. എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ക്രൂരതകൾക്ക് കേൾപ്പുള്ള വിൻസെൻ്റ്. ഒരുപക്ഷെ എന്നെ വേട്ടയാടുന്ന പല രൂപങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന രൂപം. Sir, your coffee is ready. But do you know why Vincent wasn't like the others? Why I believe he was real? Why I am afraid of him even today? Because he was more than just a meaningless sight. More than just a faceless apparition. He was much more. വിൻസെൻ്റ് എൻ്റെ സത്യമാണ്, ഒരുപക്ഷെ എൻ്റെ മാത്രം സത്യം. ആൻഡ് ദാറ്റ്സ് ഇനഫ് ഫോർ മീ. കാരണം
അയാളെ എനിക്ക് കാണാമെങ്കിൽ, എനിക്ക് കേൾക്കാമെങ്കിൽ, he's as real as a real gets. അയാൾക്കൊരു മുഖമുണ്ട്. എനിക്ക് തെളിവായി അത് മാത്രം മതി. ഗുഡ് ലക്ക്, ആരിഫ്. അലക്സ്, നീ ഇത് കണ്ടില്ലായിരുന്നോ? അലക്സ്, I tried to warn you many times, Kiran. നിന്നോട് എൻ്റെ സാധനങ്ങൾ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. You went through my souvenirs that night. Look where it got you. നീ ആ മുഖത്തേക്ക് നോക്കി. That's the face of a cold-blooded killer. Truth is really stranger than fiction. അല്ലേ കിരൺ? He took away my parents from me. ഒരു ദിവസം കോളേജിൽ നിന്ന് തിരികെ വീട്ടിലെത്തി ഞാൻ കണ്ടത് ഒരു കയറിൻ്റെ അടുത്ത് തൂങ്ങിയാടുന്ന എൻ്റെ അച്ഛനും അമ്മയാണ്. I was all left alone in this world. നിന്റെ പുതിയ ഫ്രണ്ട് ആരിഫ്, he lost his brilliant career, maybe lots of money. പക്ഷേ എനിക്ക് I lost everything. All I wanted was revenge. അവൻ ഡിസ്ക്രൈബ് ചെയ്ത വില്ലൻ ഒരുമാതിരി തടിച്ച് മുട്ടയടിച്ച്. I need a villain which people would love to hate. എനിക്കൊരു വില്ലൻ്റെ ലുക്കില്ലെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ പിന്നെ മുട്ടയടിച്ചത് അതൊരു മുടിനാര് പോലും തെളിവായി ബാക്കി വെക്കാതിരിക്കാനാണ്. You should have seen me when I was born. I looked totally different. അതെ, അവരുടെ 4 പേരെയും കൊന്നത് ഞാൻ തന്നെയാണ്. അന്ന് രാത്രി നീ എൻ്റെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ഓർമ്മകളാണ്. I didn't know what to do with Arif. I couldn't make out if he was a villain or a victim. ഒടുവിൽ ഞാൻ തന്നെ തീരുമാനിച്ചു അവൻ മരണം അറിയിച്ചിരുന്നില്ല. So I did it. You created Vincent. I created Vincent. I played Vincent. I am Vincent. ആരിഫ് ഒരു ഭ്രാന്തനാണെന്ന് ഞാൻ അവിടെ തന്നെ വിശ്വസിപ്പിച്ചു. അവനിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം, that's my revenge. Kiran, it's nothing personal. Actually, I like you. But I'm a man who enjoys my privacy. പിന്നെ നിന്റെ ഈ കഥ ഇതെഴുതാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. Because you see, Kiran, your story is the truth. Everything you imagined, everything you told me over the phone is what really happened. You brought Arif to my doorstep, Kiran. You understand that I have to disappear after this. എന്തായാലും തീയണഞ്ഞു കഴിയുമ്പോൾ ആരിവിടെ നിന്ന് 2 ശവങ്ങൾ പ്രതീക്ഷിക്കും. See, that's my plan. Nobody looks for a bullet wound in a gas explosion.
എന്തിനാ? കിട്ടിയതൊക്കെ പോരെ നിനക്ക്? കിട്ടിയതൊക്കെ മതി, പക്ഷെ അയാൾ കൊടുക്കാൻ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്.